രാവിലെ ഞാൻ 5:45 എണീറ്റിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് പള്ളിയിൽ പോകണമായിരുന്നു. ഇന്ന് സെൻറ് തോമസ് ഡേ ആയിരുന്നു. 6:30ക്കാണ് പള്ളി കുർബാന. ഞാൻ എണീറ്റപ്പോൾ തന്നെ ബിചേട്ടൻ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. ബിചേട്ടൻ കിച്ചണിലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകാൻ വേണ്ടി നോക്കി. എന്തോ ദൈവഭാഗ്യത്തിന് ഇ റിക്ഷ കിട്ടി കേട്ടോ. ഇവിടെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇ റിക്ഷ ആയിരിക്കും. 20 രൂപയാണ് വൺ സൈഡ്. അതായത് ഇവിടുന്ന് അവിടെ വരെ പോകാൻ 20 രൂപ. നല്ല രസമുണ്ട്. ഈ റിക്ഷയിൽ കുലുങ്ങി 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 നടുവിൻ്റെ ഇടപാട് തീരും. പക്ഷേ ഇവിടെ സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് ഇവിടെ അതായിരിക്കും ഏറ്റവും കൂടുതൽ നന്നിട്ടുണ്ടാവുക. പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പള്ളിയിലാവില്ല, ഭയങ്കര വെയിൽ. ദൈവമേ, ഞാൻ എണീറ്റ സമയത്ത് ഞാനായിരുന്നു ആദ്യം എണീറ്റത്. സൂര്യൻ രണ്ടാമതായിരുന്നു. ഇപ്പം നോക്ക്, സൂര്യൻ എന്നെ കഴിഞ്ഞ് മുമ്പിൽ ഉദിച്ചു വരുന്ന സൂര്യൻ. ഞാൻ പിന്നെ പള്ളിയിലോട്ട് ചെന്നപ്പോൾ പള്ളിയിൽ ആരുമില്ല. അപ്പം ഞാൻ ചോദിച്ചത് ഇന്ന് കുർബാന ഇല്ലയോ ഒന്ന്, അത് ചോദിക്കാൻ പോലും എനിക്കറിയത്തില്ല. ഇവിടെ ഇംഗ്ലീഷും ഹിന്ദിയും വർക്കാവില്ല. അത് വർക്കാവുന്നത് ഭയങ്കര ആൾക്കാർ കുറവായിരിക്കും, ലോക്കൽ ലാംഗ്വേജാണ്. പക്ഷേ ഇവിടെ നോർമൽ ഡേയ്സിൽ കുർബാന ഇംഗ്ലീഷിലായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് സ്കൂളുണ്ട്. സ്കൂളിൽ വെച്ചിട്ടായിരിക്കും കുർബാന ഇരുന്നത്. അല്ലാത്ത ദിവസം ഹോസ്റ്റലിൽ പിള്ളേരുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് കുർബാന ഇല്ല. അല്ലാത്ത ദിവസം നോർമൽ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും കുർബാന ഇരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ മൈതാനങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പിള്ളേർക്ക് കളിസ്ഥലമാണ് ഉള്ളത്. ഇവിടുത്തെ വെയിലാണ് സഹിക്കാൻ വേണ്ടി പറ്റാത്തത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ പട്ടിയാണ്. അവൻ എല്ലാ ദിവസവും വന്ന് എന്നെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കും. നമ്മളിങ്ങോട്ട് കയറ്റി വരുമ്പോഴത്തേക്ക് അവൻ്റെ അടുത്തൊന്ന് പോയി ഒന്ന് തലോടുക എന്നുള്ളതൊരു നിർബന്ധം പോലെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആരുമില്ല, ഞാൻ മാത്രം. എല്ലാവരും പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. 7:30 ആയിട്ടുണ്ടായിരുന്നില്ലേ. സെൻറ് തോമസ് ഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാനായിട്ട്. വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനൊന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പള്ളി വന്നത് ഹോസ്റ്റലിലെ പിള്ളേരായിരുന്നില്ല, ഇവിടുത്തെ സാധാരണ ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്കറിയാവുന്ന ലാംഗ്വേജിലാണ് ഇന്ന് പാട്ടുകളൊക്കെ, ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലും. പക്ഷേ കുർബാന ഇംഗ്ലീഷിലുമായിരുന്നു. അതായത് ഇവിടുത്തെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും, പക്ഷേ അച്ഛനും ലോക്കൽ ലാംഗ്വേജ്. ഇവിടെ നമുക്കൊരു ലാംഗ്വേജ് കൊണ്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഓരോ കാസ്റ്റിനും ഓരോ ലാംഗ്വേജാണ്. അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സിൻ്റെ 100 രൂപേൻ്റെ കളർ ഏകദേശം സെയിം ആണല്ലോ എന്ന്. പിന്നെ ഞാൻ വന്നവിടെ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ച ദോശയായിരിക്കും അവരുണ്ടാക്കുന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ദോശയ്ക്ക് മാവ് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ബാക്കി വന്നത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെന്തുകൊണ്ട് ചെയ്തു, അത് കണ്ടിട്ടാണോ കാണാതെയാണോ എന്ന് അറിയത്തില്ല, പുട്ടുണ്ടാക്കി. ഇന്നലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു. ഇവിടുത്തെ സാമ്പാർ പൊടിയാണ് അതിനേക്കഴിഞ്ഞും കഷ്ടം. എൻ്റെ പൊന്നടാ, ജീവിക്കാണ്ട് വരത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാമ്പാർ പൊടി ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് ആ ഒരു ഗുണവും മണവും നമുക്ക് ആ സാമ്പാർ കഴിച്ചു എന്നുള്ളൊരു ഫീല് വരത്തില്ലേ. ഇവിടുത്തെ ഞാൻ ആ 42 രൂപേൻ്റെ സാമ്പാർ പാക്കറ്റിനകത്ത് ഒരു അര പാക്കറ്റ് സാമ്പാർ പൊടി ഇട്ടിട്ട് പോലും അതിനൊരു ഫീല് വന്നില്ല. ഒരു വികാരമില്ലാത്ത സാമ്പാറായിരുന്നു. പിന്നെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടി ഒപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുട്ടിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പഴം ഇഷ്ടമല്ല കേട്ടോ. ചിലരൊക്കെ പഴം കഴിക്കും. ഇവിടെയും പഴം ഉണ്ടായിരുന്നു. ഞാൻ പഴത്തിൻ്റെ താല്പര്യമില്ല. പിന്നെ കടലക്കറിയൊന്നും ഇന്നലെ വെക്കാൻ വേണ്ടി നേരം ഉണ്ടായിരുന്നില്ല. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം കടന്നത്. ഇപ്പം ഞാനൊരു കാഴ്ച കാണിച്ചാൽ ഇവിടുത്തെ ബാൽക്കണിയിൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്നിട്ട് ഇവിടെ ഭയങ്കര വെയിലാണ്. പക്ഷേ ഞങ്ങളുടെ കിച്ചണിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ഒരു ഓപ്പൺ ആകുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു കുളം പോലെ ഒരു സെറ്റപ്പിലോട്ട്. ഇവിടെ താറാവൊക്കെ വരും, ഇടയ്ക്ക് മറ്റേ മീനെ പിടിക്കുന്ന പക്ഷി അങ്ങനത്തെ ഒക്കെ വരും. പക്ഷെ നല്ല രസമാണ്. രാവിലെ ഇവിടെ നിൽക്കാൻ അടിപൊളിയാണ്. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊണ്ട അങ്ങോട്ട് കയറാൻ വേണ്ടി പോലും പറ്റത്തില്ല, മാതിരി വെയിലായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ. ഈ രാവിലെ എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ഒരു 7:30 നാട്ടിലെ ഒരു 12 മണി 1 മണീൻ്റെ വെയിലാണ് ഇവിടെ. നമുക്ക് താങ്ങത്തില്ല, നമ്മളങ്ങ് വീണ് പോകുന്ന പോലെ ആയിരിക്കും. അത്രയും ടയേർഡായിരിക്കും നമ്മളുണ്ടാവുക. കാഴ്ചയൊക്കെ നല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഫോണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതിലൂടെ ഒരു ചേട്ടൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര, ഇനി ആ ചേട്ടനെ വിളിക്കുന്നതെന്ന് വിചാരിച്ചെങ്കിലും ഒന്ന്. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് എന്താ കഴിക്കാനുള്ളത് നോക്കി. ആസ് യൂഷ്വൽ കട്ടൻ ചായ, പുട്ട്, സാമ്പാർ. ഞാൻ അതെല്ലാം എടുത്തിട്ട് ഇങ്ങ് പോകുന്നു. പറഞ്ഞാൽ സാമ്പാർ പൊടി, നാട്ടിലേക്ക് സാമ്പാർ പൊടിനെ നമിക്കണം. അതന്നേരമാണ് നമുക്ക് നാട്ടിലെ മസാലപ്പൊടീൻ്റെ ഒക്കെ ഒരു വില മനസ്സിലാവും. പക്ഷേ ഭയങ്കര റേറ്റാണ്. നമുക്ക് എപ്പോഴും ഓൺലൈനിൽ നിന്ന് വരുത്തിക്കാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിലും വീട്ടിൽ നിന്ന് പാഴ്സൽ അയക്കലും ബുദ്ധിമുട്ടാകും. ഒന്നാമത് എത്താൻ വേണ്ടിയിട്ട് ഡിലേ ആവും. 12 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് DTDC ആണെങ്കിൽ പോലും ഇവിടെ എത്തുമ്പോഴത്തേക്കും 10-20 ദിവസവും. മെനക്കേടാണ്. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കണം. കേരളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് DTDCയിൽ ഒരു അപ്ഡേഷനും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അത് കാണുവാണ് നമുക്ക് ദേഷ്യ സങ്കടമൊക്കെ വയ്ക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും എവിടെ എത്തിയെന്ന്. നമ്മളെ കഴിഞ്ഞും കഷ്ടമാണല്ലോ ദൈവം. അതിൻ്റെ ഓഫീസിലിരിക്കുന്നവർ, അവർക്ക് പറ്റത്തില്ല, പണി നിർത്തി പോകാൻ വേണ്ടി വരെ പറയാൻ വേണ്ടി തോന്നും. പക്ഷേ പറയരുത്. നമ്മുടെ സാധനം അവരങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാലോ, പൈസ മുടക്കി അയച്ചതല്ലേ. ഈ കിച്ചൻ്റെ കോലൊന്നും കൊണ്ട് ഞെട്ടരുത് കേട്ടോ. ഇത് കോമൺ കിച്ചണാണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും വന്ന് കുക്ക് ചെയ്യുന്നതാണ്, എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ കാര്യമുള്ളൂ. നമ്മൾ വൃത്തിയാക്കി ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക, അത് മെയിൻറ്റെയിൻ ചെയ്യില്ല ആരും. എല്ലാവരും പല സ്ഥലത്തു നിന്നുള്ളവരാണ്. അപ്പോൾ അവരവർക്ക് തോന്നിയ പോലെ ഇടും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പാത്രമൊക്കെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാത്തൊന്നും ഇവിടെ നടക്കത്തില്ല. ഞാൻ പിന്നെ ഒന്നും കൂടെ ചെക്ക് ചെയ്യുകയും ചെയ്തു. ദൈവം, ഞാനാണ് മാവ് അരച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇവർ കാണാനായിട്ടാണ് ഇവർ പുട്ടുണ്ടാക്കിയതോ മാവില്ലേ. ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മാവ് പോയോന്ന്. പക്ഷേ മാവ് ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു. ഇവർ മനഃപൂർവ്വം എടുക്കാതിരുന്നതാണോ അതോ എന്താണോ എന്തോ അവരെടുത്തില്ലായിരുന്നു.
പിന്നെ ഞാൻ വിചാരിച്ചു മസാല ദോശ ഉണ്ടാക്കിയിരുന്നു. പിന്നെ വിചാരിച്ചു ഇന്ന് ഞാനത് മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഇന്ന് വൈകുന്നേരം പിന്നെയും മാവ് അരച്ച് വെക്കേണ്ടി വരത്തില്ല. ഇതാകുമ്പോൾ ആ മാവ് നാളെയും കൂടി അങ്ങോട്ട് ഓടിക്കോളും. വേറെ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഫൈനലി ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി എടുത്തു കേട്ടോ. ഞാൻ ചായ അരിക്കില്ല ചില സമയത്ത്, എനിക്ക് മൂടുള്ള സമയത്താണ്. ഇത് കണ്ടോ മിക്സർ, നാട്ടിൽ നിന്നുള്ള മിക്സർ തന്നെ കൊതിയായിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. ഭയങ്കര കൊതിയായിട്ട് കൊതിച്ച് മോഹിച്ച് വാങ്ങിച്ചത്. പക്ഷേ ഇവിടെ മറ്റേ മിക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ അതിനകത്ത് കൊണ്ട് ചാറ്റ് മസാല ഇടും. പിന്നെ മറ്റേ കൊള്ളി മാത്രമുള്ള മിക്സറാണ്. പിന്നെ അത് കാണുമ്പോൾ ഞാൻ മിക്സറാണല്ലോ തിന്നത് എന്നൊരു ഫീല് തോന്നത്തില്ലെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. മോർണിംഗ് കഴിഞ്ഞു. എൻ്റെ സെൻറ്റ് തോമസ് ഡേൻ്റെ ഒരു മോർണിംഗ് ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ പള്ളിയിൽ പോയി ഇനിയാണ് പണിയൊക്കെ തുടങ്ങാനുള്ളത്. വീടൊക്കെ വൃത്തിയാക്കണം, കുറച്ചധികം പണിയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പം ക്ഷീണം എന്താണെന്ന് അറിഞ്ഞൂടാ. ഫുഡ് കഴിച്ച് അപ്പം ഞാൻ ടയേർഡാവും, അല്ലെങ്കിൽ പിന്നെ ആ വണ്ടി അങ്ങനെ അങ്ങോട്ട് ഓടി